പ്രണയം ചിലപ്പോൾ പറയാതെ തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഒരു ദിവസം അത് വാക്കുകളായി പുറത്തു വരും. അപ്പോൾ കേൾക്കുന്നവളുടെ ഹൃദയം എന്താണ് പറയുക? ഇതാണ് സിൽവിയുടെ കഥ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണോ ജിമ്മി പറയുക? കുടിയേറ്റ ഗ്രാമമായ പുല്ലരിയിൽ മുള പൊട്ടുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം ഓഡിയോ ആവിഷ്കാരം 17-ാം ഭാഗം. സിൽവിക്ക് ക്രിസ്തുമസ് പരീക്ഷ തുടങ്ങി. എല്ലാ വിഷയങ്ങൾക്കും ജയിച്ചു തുടങ്ങിയതിൽ പിന്നെയുള്ള ആദ്യത്തെ പരീക്ഷയാണ്. ഇനി എല്ലാത്തിനും ജയിച്ചില്ലെങ്കിൽ കളിയാക്കലുകളും വഴക്ക് പറച്ചിലുകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ജയിച്ചേ പറ്റൂ. അല്ലെങ്കിലും ജയിച്ചു തുടങ്ങാൻ മാത്രമേ വിഷമമുള്ളൂ. മിക്ക കുട്ടികളുടെ കാര്യത്തിലും പിന്നെ അത് തുടർന്നു പോവുകയാണ് പതിവ് രീതി. നമ്മുടെ സിൽവിയും മിടുക്കിയല്ലേ? ഓണപ്പരീക്ഷയേക്കാൾ നന്നായി എല്ലാ പേപ്പറുകളും എഴുതി. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും എന്ന കാര്യം തീർച്ചയാണ്. നന്നായി പരീക്ഷ എഴുതിയതിൻ്റെ ആത്മവിശ്വാസവും അതുമൂലമുള്ള സന്തോഷവും അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. വളരെ സന്തോഷവതിയായാണ് അവൾ വീട്ടിലേക്ക് വന്നത്. വരുന്ന വഴിക്ക് തന്നെ തീരെ പ്രതീക്ഷിക്കാതെ സാറിനെ വഴിക്ക് വെച്ച് കണ്ടു. കണ്ടപ്പോൾ പിന്നെ പരീക്ഷയുടെ കാര്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എളുപ്പമായിരുന്നു സാറേ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും. ശിഷ്യയ്ക്ക് സന്തോഷമായില്ലേ? സന്തോഷമായി. എന്തോ ഒന്നുകൂടി പറയാൻ അവൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. പറഞ്ഞത് അത്രമാത്രമേ ഉള്ളൂ. പുല്ലരിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ആയി. ജനങ്ങളെല്ലാം നോമ്പ് വീടലിൻ്റെയും ക്രിസ്മസിൻ്റെയും ആഘോഷത്തിലാണ്. കുടിയേറ്റ മേഖലയിലെ ജനങ്ങളുടെ ഒരു പ്രധാന ആഘോഷം തന്നെയാണ് ക്രിസ്മസ്. 25 ദിവസം ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും വർജിക്കും. മത്സ്യമാംസാദികളില്ലാതെ ഭക്ഷണം കഴിക്കാത്തവർ പോലും പൂർണ്ണമായും പച്ചക്കറിയിലേക്ക് മാറും. ദിവസവും മദ്യം കഴിക്കുന്നവർ പോലും ആ ദിവസങ്ങളിൽ മദ്യം ഒഴിവാക്കും. ഒഴിവാക്കുന്നതിൻ്റെ എല്ലാം കൂടി കേട് തീർക്കുന്നത് ക്രിസ്മസിൻ്റെ അന്ന് മുതൽ വരുന്ന 2-3 ദിവസങ്ങളിലായിരിക്കും. വില്ലേജ് ഓഫീസിലെ ഒട്ടുമുക്കാലും ജീവനക്കാരും ക്രിസ്മസ് തലേന്ന് അവരുടെ വീടുകളിലേക്ക് പോയി. അന്നമ്മ ചേടത്തിയും ജിമ്മിയും മാത്രം എങ്ങോട്ടും പോയില്ല. കാരണം അവർക്ക് എങ്ങോട്ടും പോകാനില്ല. അമ്മാവന്മാരുടെ അടുത്തേക്ക് അപൂർവമായി മാത്രമേ ജിമ്മി പോകാറുള്ളൂ. പിണക്കമൊന്നുമില്ല താനും. ഈ ലോകത്ത് അവർക്ക് അവർ രണ്ടുപേരുമാണ് പ്രധാനമായും ഉള്ളത്. അവർ രണ്ടുപേരും ഇവിടെ ഒരുമിച്ചുണ്ട് താനും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് അവരുടെ ലോകം. അവിടമാണ് അവരുടെ സന്തോഷവും. ക്രിസ്തുമസിന് ബന്ധുക്കളെയൊക്കെ വീടുകളിലേക്ക് ക്ഷണിക്കുന്ന പതിവ് രീതി പലർക്കും ഉണ്ട്. പ്രത്യേകിച്ച് അധികം ബന്ധുക്കളൊന്നും ഇല്ലാത്ത ആളുകൾക്ക്. അപ്പച്ചൻ്റെ ബന്ധുക്കളും ആരും അവിടെയില്ല. സാറാമ്മയുടെ ബന്ധുക്കളും കുറേ അകലെയാണ്. അപ്പോൾ പിന്നെ ആരെയാണ് ക്ഷണിക്കേണ്ടത്? പക്ഷെ അങ്ങനെ എന്തോ ഒരു കാര്യത്തെപ്പറ്റിയാണ് ക്രിസ്മസ് തലേന്ന് സാറാമ്മ ചേടത്തി അപ്പച്ചൻ ചേട്ടനോട് ചോദിച്ചത്. അന്നമ്മ ചേടത്തിയും ജിമ്മി സാറും മാത്രമാണ് അവിടെയുള്ളത്. നമുക്ക് നാളെ അവരെ കൂടി ഇങ്ങോട്ടൊന്ന് വിളിച്ചാലെന്താ? നല്ലൊരു ക്രിസ്മസ് അല്ലേ? അവർ തനിച്ചുള്ളതിനേക്കാൾ രസമല്ലേ എല്ലാവരും കൂടി കൂടുന്നത്? ഞാനും അതൊന്ന് ആലോചിച്ചിരുന്നു. ആരുമായും അധികം അടുക്കുന്നത് നല്ലതല്ല എന്ന നിൻ്റെ അഭിപ്രായം ഓർത്തതുകൊണ്ടാണ് മിണ്ടാത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ആ പേടി മാറിയില്ലേ? നിങ്ങൾ ചെന്ന് അവരോടുകൂടെ നാളെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേച്ചു വാന്നേ. നിങ്ങൾ ചെന്ന് പറയുമോ അതോ ഞാൻ പോകണമോ? തലയിരിക്കുമ്പം വാലാടണോ? നിങ്ങൾ വൈകുന്നേരമെങ്ങാനും പോയി പറഞ്ഞാൽ മതി പെണ്ണേ. ഞാനേ
വൈകുന്നേരം നായിക്കയം വരെ പോകും. രാത്രിയിൽ തിരിച്ചു വരികയും ചെയ്യും, കുർബാനയ്ക്ക് മുൻപ്. എന്തിനാണെന്ന് സാറാമ്മ ചോദിച്ചില്ല. കാര്യം അവർക്കറിയാമായിരുന്നു. മാമച്ചൻ്റെ കൂടെ രാത്രി ലൈറ്റ് കെട്ടി വെടിക്ക് പോകാനാണ്. മിക്ക വർഷങ്ങളിലും പോകാറുള്ളതുമാണ്. അടിക്കാട് തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് രാത്രി പോയാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് അവർ രണ്ടുപേരും കൂടി ആലോചിക്കുന്നത് കേട്ടിരുന്നു. വളരെയധികം ഇഷ്ടമുള്ള കാര്യത്തിൽ നിന്നും അനാവശ്യമായി നിയന്ത്രിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് സാറാമ്മയ്ക്ക് അനുഭവമുണ്ട്. ഒരു അനുഭവം നമുക്ക് പറ്റിയതാണ്, ഓർമ്മയുണ്ടല്ലോ. ഞാനായിട്ട് എതിർത്തൊന്നും പറയുന്നില്ല. എന്നാലും ഒരു ഭയം ഉള്ളിലുണ്ട്. അതിനുശേഷം നീ പേടിക്കണ്ടടി സാറാമ്മേ, ഞാൻ അധികം അകലേക്കൊന്നും പോകുന്നില്ല. കഷ്ടിച്ച് 1 കിലോമീറ്റർ. 10 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടുന്ന് തിരിക്കും, കിട്ടിയാലും ഇല്ലെങ്കിലും. പാതിരാ കുർബാനയ്ക്ക് പോകാൻ എത്തുകയും ചെയ്യും. നിങ്ങൾ റെഡിയായി നിന്നുകൊള്ളണം. ഊണ് കഴിഞ്ഞ് അപ്പച്ചൻ തോക്കും തിരയും സാറാമ്മയെ കൊണ്ട് എടുപ്പിച്ച് വണ്ടിയിൽ നായിക്കയത്തേക്ക് പോയി. കാട്ടിൽ പോകുന്നെങ്കിൽ സാറാമ്മ തോക്കും തിരകളും എടുത്ത് കയ്യിൽ കൊടുക്കണം. അങ്ങനെ പോയാൽ എന്തെങ്കിലും കിട്ടുകയും ചെയ്യും എന്നാണ് അപ്പച്ചൻ്റെ വിശ്വാസം. പൊതുവേ അത് ശരിയാകാറുണ്ട്. മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. കാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ മുതൽ സാറാമ്മയുടെ മുഖം വാടിയതാണ്. ഇപ്രാവശ്യം മാത്രം തോക്കും തിരയും എടുത്തു കഴിഞ്ഞ് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് തോക്ക് കയ്യിൽ കൊടുത്തത്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോഴും സാറാമ്മയുടെ മനസ്സിൽ കർത്താവേ കാത്തോളണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്നറിയാമല്ലോ എന്നുകൂടി തമ്പുരാനോട് പറഞ്ഞു. 4 മണി കഴിഞ്ഞപ്പോൾ നായിക്കയത്തെത്തിയ അപ്പച്ചനും മാമച്ചനും കൂടി രാത്രി നോക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം എടുത്ത് ഉടനെ തന്നെ കാട്ടിൽ കയറി. അതും വെടിക്കാർക്ക് നല്ലൊരു സമയമാണ്. സന്ധ്യ ആകുമ്പോൾ തിരക്കിട്ട് തിന്നാൻ പോകുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെക്കാൻ എളുപ്പമാണ്. എങ്കിലും വൈകുന്നേരമായപ്പോഴേക്കും അവർക്ക് ആകെ വെടിപ്പാടകലത്തിൽ കിട്ടിയത് ഒരു മലയണ്ണാനെ മാത്രമാണ്. രാത്രിയിൽ 2 മണിക്കൂർ കൂടി തിരിഞ്ഞതിന് ശേഷം ഒരു മുള്ളൻ പന്നിയെ കിട്ടി. അതിനെയും കൊണ്ടവർ മടങ്ങുകയും ചെയ്തു. കൂടുതൽ കിട്ടാൻ വേണ്ടി നോക്കാൻ അന്ന് സമയമില്ല. പള്ളിയിൽ പോക്ക് മുടക്കാൻ കഴിയില്ല. മാമച്ചൻ്റെ വീട്ടിൽ വന്ന് അത്താഴം കഴിച്ചു. രാമനെ കൊണ്ട് മുള്ളൻ പന്നിയെയും മലയണ്ണാനെയും ഇറച്ചിയാക്കി. അതിൻ്റെ ഒരു വിഹിതവും കൊണ്ട് അപ്പച്ചൻ പുല്ലരിയിലേക്ക് വണ്ടി വിട്ടു. നായിക്കയത്തു നിന്നും വിട്ട് 1 കിലോമീറ്റർ ഇപ്പുറം എത്തിയപ്പോൾ മുതൽ ശക്തമായ കോടമഞ്ഞ് വഴിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് വഴി കാണാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ വളരെ വേഗത കുറച്ചും ഇടയ്ക്ക് നിർത്തിയുമൊക്കെ ഏതാണ്ട് 1 കിലോമീറ്ററോളം അങ്ങനെ വണ്ടി ഓടിക്കേണ്ടി വന്നു. അതിനുശേഷം കോടമഞ്ഞിൻ്റെ കാഠിന്യം നന്നായി കുറഞ്ഞു. അപ്പോൾ വേഗത കൂട്ടി. ഏതായാലും 10 മണി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കെത്തി. കുർബാനയ്ക്ക് പോകാൻ സമയമായിട്ടില്ല. എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് മാത്രം. സിൽവിയും ബേബിയും ഒന്ന് ഉറങ്ങിത്തെളിഞ്ഞ് പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. വേഗം തന്നെ അവർ തയ്യാറായി. ആ ഭവനത്തിലുള്ളവർ സമയത്ത് തന്നെ പാതിരാ കുർബാനയ്ക്ക് പള്ളിയിലെത്തി. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനമായ ക്രിസ്തുമസ് പുല്ലരിയിലെ ഭൂരിപക്ഷം വീടുകളിലും ആഘോഷം തന്നെയായിരുന്നു. സമാധാനപൂർവം അന്നേ ദിവസം എല്ലാവരും ആഘോഷിച്ചു. തലേ ദിവസം അപ്പച്ചൻ നായിക്കയത്തിന് പോയി അധികം കഴിയുന്നതിന് മുൻപ് തന്നെ സാറാമ്മ ക്വാർട്ടേഴ്സിലേക്ക് ചെന്ന് അവരെ 2 പേരെയും വീട്ടിലേക്ക് വിളിച്ചു. അവർ 2 പേരും ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്തിയേക്കാം എന്ന് പറയുകയും ചെയ്തു. 12 മണി ആയപ്പോഴേക്കും അവർ വീട്ടിലെത്തി. അവർ വന്നപ്പോൾ അപ്പച്ചൻ ചേട്ടൻ സിറ്റിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. അന്നേരം മുതൽ സിൽവി ആകെ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പറയുന്ന പരുവത്തിലായി. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും
സാറിനോട് ഇരിക്കാൻ പറയുകയും സാറിനൊപ്പം ബേബിയെ കൊണ്ടിരുത്തുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അവർക്ക് TV ഓണാക്കി കൊടുത്തു. അവിടെ ഇരുന്ന് രണ്ടുപേരോടും സംസാരിക്കാൻ പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോന്നു. അവൾക്കാകപ്പാടെ ഒരു വീർപ്പുമുട്ടൽ പോലെയായിരുന്നു. അതാരും അറിയാതിരിക്കാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. എന്നാലും സാറാമ്മയ്ക്ക് മനസ്സിലാകാതിരിക്കുമോ? ചേടത്തി എല്ലാ കാര്യങ്ങളിലും സാറാമ്മയ്ക്കൊപ്പം നിന്ന് ക്രിസ്മസ് സദ്യ ഗംഭീരമാക്കി. ജിമ്മി ആദ്യമായിട്ടാണ് നായാട്ടിൽ നിന്ന് കിട്ടുന്ന കാട്ടിറച്ചി കഴിക്കുന്നത്. അത് വളരെ രുചികരമായി പാചകം ചെയ്ത് വിളമ്പുകയും ചെയ്തു. വളരെയധികം ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ അപ്പച്ചൻ ചേട്ടന് ഹരമായി. അതുകൊണ്ടായിരിക്കണം പ്രത്യേകം പറഞ്ഞത്. ഇനി കാട്ടിൽ പോകുമ്പോൾ ഒഴിവുണ്ടെങ്കിൽ സാറും കൂടി പോരെ. കാട് കാണുകയും ചെയ്യാം, ഇറച്ചി കിട്ടുകയും ചെയ്യും. താല്പര്യം വന്നാൽ പിന്നെ തനിയെ വേണമെങ്കിലും പോകാൻ തോന്നും. ഞാൻ അപ്പച്ചൻ ചേട്ടനോടൊരു കാര്യം പറയാൻ കുറേ നാളായി വിചാരിക്കുന്നു. ഇന്ന് ഏതായാലും പറയുകയാണ്. എന്നെ ദയവ് ചെയ്ത് സാറെന്ന് വിളിക്കരുത്, പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ടാണ്. എന്നാലും പേര് വിളിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. അതാണ്. അതിനെന്താ, പേര് വിളിക്കേണ്ട പ്രായമല്ലേ എനിക്കുള്ളൂ. പേര് തന്നെ വിളിച്ചാൽ മതി. ഇനി പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എടാ എന്ന് വിളിച്ചോ. എൻ്റെ കുഞ്ഞെ, അത് വേണ്ട, ഞാൻ പേര് തന്നെ വിളിച്ചോളാം. ഇതുവരെ ഞാൻ പറയാത്തത് കൊണ്ടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചാച്ചനില്ല എന്നറിയാമല്ലോ. നിങ്ങളെപ്പോലെ പ്രായമുള്ളവരെ കാണുമ്പോൾ ഞാൻ ആ സ്ഥാനത്താണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എന്നോടൊന്നും തോന്നരുത്. കാര്യം ആരോടായാലും പറയുന്നതിന് എന്താ മോനെ കുഴപ്പം? അതിനിപ്പം എന്നാ തോന്നാനാ? ഒന്നുമില്ല. ഇന്നു മുതൽ ഞാൻ നിന്നെ ജിമ്മി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എല്ലാ മുഖങ്ങളിലും സന്തോഷം തെളിഞ്ഞു നിന്നു. സിൽവിയുടെ മുഖത്ത് മാത്രം അല്പം കൂടുതലും. അതെന്താണാവോ അതിൻ്റെ കാരണം? സിൽവിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഓർമ്മിക്കേണ്ടതായ ഒരു ക്രിസ്മസ് ആയിരുന്നു അത്. കാരണം മറ്റൊന്നുമല്ല, അവൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ജിമ്മി സാറും കുടുംബവും അല്ലേ അന്ന് വീട്ടിൽ വന്നത്. അതും അവരുടെ വീട്ടിൽ ക്രിസ്തുമസിന് അതിഥികളായി എത്തി എന്നത് ചെറിയ കാര്യമല്ലല്ലോ. അന്ന് വൈകുന്നേരം വരെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് ഇഷ്ടംപോലെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചു പോയത്. ക്രിസ്തുമസും ന്യൂ ഇയറുമൊക്കെ പെട്ടെന്നങ്ങ് കഴിഞ്ഞു. ക്ലാസ്സുകൾ പിന്നെയും തുടങ്ങി. സമയം പെട്ടെന്ന് തന്നെ നീങ്ങിപ്പോയി. കണ്ണടച്ച് തുറക്കും മുമ്പേ എന്ന് പറയുന്നത് പോലെ വാർഷിക പരീക്ഷയും വന്നെത്തി. വാർഷിക പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് അല്പസമയത്തേക്കൊരു സംശയം ചോദിക്കാനാണ് സിൽവി ജിമ്മി സാറിൻ്റെ വീട്ടിൽ പോയത്. നേരത്തെ പറഞ്ഞിരുന്നതല്ലായിരുന്നു. അതുകൊണ്ടാണോ ആവോ അന്ന് അന്നമ്മ ചേടത്തി അവിടെ ഇല്ലായിരുന്നു. ചേടത്തിയുടെ ആങ്ങളയുടെ വീട്ടിൽ എന്തോ ആവശ്യത്തിന് പോയതാണ്. വൈകിട്ടോടു കൂടിയേ തിരിച്ചു വരികയുള്ളൂ എന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവൾക്ക് മനസ്സിലായത്. സിൽവി എന്താ വന്നത്? ചുമ്മാ വന്നതാണോ? സാറേ, എനിക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണ്. വാർഷിക പരീക്ഷ ആയതുകൊണ്ട് ചെറിയ 1-2 സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ, സംശയമുള്ള അത്രയും ഭാഗം ചോദിച്ചോളൂ. ഇപ്പോൾ തന്നെ പറഞ്ഞു തരാമല്ലോ. സംശയമുണ്ടായിരുന്ന ഭാഗങ്ങൾ എഴുതി കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓരോന്നായി എടുത്തു ചോദിച്ചു. ജിമ്മി വിശദമായി വിവരണം കൊടുത്തു, പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇനി കൂടുതലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞോ. നാളെ സമയം കിട്ടിയില്ലെങ്കിലോ? ഇല്ല സാറേ, ഇത്രയേ ഉള്ളൂ. ഈ അമ്മച്ചി എന്നിട്ടും വന്നില്ലല്ലോ. സിൽവിക്ക് വിരോധമില്ലെങ്കിൽ ഒരു കാപ്പി ഇടാമോ? ഒരു കാപ്പി ഇടുന്നതിന് ഇത്രയെല്ലാം വിരോധത്തിൻ്റെ ആവശ്യമുണ്ടോ? സാറ് പറഞ്ഞാൽ പോരെ. അതല്ല, എന്നാലും സിൽവിയെ കൊണ്ട് വീട്ടിലെ പണിയെടുപ്പിക്കുന്നത് ശരിയാണോ? അതിലൊരു ശരി കുറവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഇഷ്ടമുള്ള കാര്യമാണ്.
എനിക്ക് സിൽവിയോടൊരു കാര്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. കുറേ നാളായി ഞാൻ വിചാരിക്കുന്നതാണ്. ഉത്തരം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വിരോധം വിചാരിക്കില്ല എന്നുറപ്പ് തരാമെങ്കിൽ ഞാൻ ചോദിക്കാം. ഉറപ്പായിട്ടും ഞാൻ ഒരു വിരോധവും വിചാരിക്കില്ല. ഉത്തരം പ്രതികൂലമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിരോധവുമില്ല. എനിക്ക് ആരോടും പ്രണയാഭ്യർത്ഥന നടത്തിയൊന്നും പരിചയമില്ല. ജിമ്മി വിക്കിയാണ് അത്രയും തന്നെ പറഞ്ഞു തുടങ്ങിയത്. സിൽവി എന്തായിരിക്കും തീരുമാനിക്കുക? ജിമ്മിയുടെ കാത്തിരിപ്പ് വിജയിക്കുമോ? അടുത്ത ഭാഗത്തിൽ കാണാമേ. മുഴുവനും സ്കിപ്പ് ചെയ്യാതെ വായിക്കണം കേട്ടോ. കഴിവിൻ്റെ പരമാവധി നന്നാക്കി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടേ. എന്തെങ്കിലും കുറവുകൾ കണ്ടെങ്കിൽ തന്നെ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിലൊന്ന് കുറിച്ചിട്ടേക്കണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യും നിങ്ങളെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ വിശ്വാസവും അതുതന്നെയാണ്. എന്നാലും നിർബന്ധിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.